ഗായ്സ് ലെറ്റ്സ് പ്ലേയുടെ 8ാമത്തെ എപ്പിസോഡിലായിരുന്നു സ്വാഗതം. അപ്പം നിങ്ങൾ എന്നെ പറയും മഴവില്ല് ഗായ്സ്, നമ്മൾ മൈൻക്രാഫ്റ്റ് ഇങ്ങനെ മഴവില്ല് കണ്ടിരിക്കുന്നു. 1.20.4 വെർഷൻ, അതുകൊണ്ടാണ് നമ്മൾ മഴവില്ലൊക്കെ വരുന്നത്. അപ്പം 20-ലുണ്ടെന്ന് തോന്നുന്നു, ഇത് 20.4 ആ. അപ്പം നമ്മുടെ ബിൽഡൊക്കെ ഇവിടെ ഉണ്ട് കുറെ. ഇനി നമുക്ക് ഇന്നൊരു ബിൽഡ് കൊണ്ട് ഉണ്ടാക്കണം. നിങ്ങൾ തമ്പനെ കണ്ടതുപോലെ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ബിൽഡാണ് നമ്മുടെ ബോൺവീൽ ഫാം. നമുക്ക് ഇന്നുണ്ടാക്കേണ്ട ബിൽഡിന്റെ റിസോഴ്സ് കളക്ട് ചെയ്ത് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഗായ്സ്, കുറെ സമയത്തിന് ശേഷം നമുക്ക് തന്നെ റിസോഴ്സസ് ഒക്കെ ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു നമ്മുടെ പാങ്ങളുടെ ഷൾക്കർ ബോട്ട്സ് ആണ്. അപ്പോൾ നമ്മൾ ഭാരമില്ലാതാണ് ഇതുകൊണ്ട് കളക്ട് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം ഇത്തരം സാധനങ്ങളാണ് ഇതുണ്ടാക്കാൻ വേണ്ടത്. ഇതിനകത്ത് കുറെ എക്സ്പെൻസീവ് ആയിട്ടുണ്ടെങ്കിൽ റെഡ് സ്റ്റോൺ കമ്പാർട്ടർ, റെഡ് സ്റ്റോൺ റിപ്പീറ്റർ, പിന്നെ ഒബ്സർവർ, പിന്നെ ഫർണസ് ഒക്കെ നമുക്ക് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. പിന്നെ മോസ്റ്റൽ ബ്ലോക്ക് ഉണ്ടെങ്കിൽ ഞങ്ങൾ എവിടെ നിന്നും കണ്ടുപിടിക്കുക. പിന്നെ കുറച്ച് റെഡ് സ്റ്റോൺ ഡസ്റ്റും കൂടെ. അപ്പോൾ ഗായ്സ്, ഇതുണ്ടാക്കുന്നതിന്റെ ഒരു കുട്ടി ടൈം ലാപ്സ് ഇട്ടു. അപ്പോൾ ഗായ്സ്, കുറച്ച് സമയത്തിന് ശേഷം നമ്മൾ നമ്മുടെ ബിൽഡ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. എന്നെ പുറകിലേക്ക് നിങ്ങൾ കണ്ടു വേണം. അപ്പം സാധനം നല്ല എഫിഷ്യൻ്റ് ആണ്. ഉണ്ടാക്കുന്ന ട്യൂട്ടോറിയൽ ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് നല്ല ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇത് വർക്കാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഗായ്സ്, നിങ്ങൾ കാണുന്ന പോലെ ഇവിടെ ബോൺവീൽ ആകുമ്പോൾ നമ്മൾ ബോൺവീൽ ചെയ്യാതെ തന്നെ ആകും. ഇതൊക്കെ എൻ്റെ കയ്യിലോട്ട് കയറുന്നുണ്ട്. അപ്പോൾ ഇത് ഇവിടെ ഡ്രോപ്പ് ചെയ്തേക്കാം. അപ്പം ഇത് ഫുള്ള് റെഡ് സ്റ്റോണിൻ്റെ ഒരു പരിപാടിയൊക്കെ വെച്ചാണ്. ഇവിടെ ലിവർ വെച്ചേക്കുന്നത് ഇത് നമ്മുടെ ഓണും ഓഫും ആണ്. ഇവിടെ ലിവർ ഇത് ഇവിടെ മുകളിൽ മോസി ബ്ലോക്ക് ആയി കഴിയുമ്പം ഈ ട്രാപ്പ് ഡോർ തുറന്നു പോകും. അപ്പം ഇതെല്ലാം ഒഴുക്കി ഹോപ്പർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഹോപ്പറിന് അത് നിങ്ങൾ കണ്ടുകൊണ്ട് ഇവിടെ ഹോപ്പർ. അപ്പം ഇതിൻ്റെ അകത്തോട്ട് താഴോട്ട് ഇങ്ങനെ, അപ്പം ഇത് വരുന്നുണ്ടോ, ഇതുവഴി താഴോട്ട് വന്നിട്ട് ഇവിടെ നമ്മുടെ ഇതിൻ്റെ അകത്തോട്ട് കമ്പോസ്റ്റ് ആയിട്ട് ഈ ഹോപ്പർ ഇങ്ങനെ കറങ്ങി കറങ്ങി ഈ ചെസ്റ്റിൻ്റെ അകത്ത് വരും. ഈ ചെസ്റ്റിനകത്ത് ഇപ്പോൾ ഇത്രയും ബോൺവീലായിട്ടുണ്ട്. നമ്മൾ കുറച്ച് നേരം നിന്നേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മളിത് ഇവിടെ ഒരു ഇതുണ്ട്. ഇതിനകത്ത് നമ്മുടെ ഇതിപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇരിക്കുന്ന ഫുള്ള് മേലോട്ട് നമ്മുടെ അതിന് ബോൺവീൽ ആകാനുള്ളൊരു രീതിക്ക് വേണ്ടിയാണ് ഇത് മേലോട്ട് ഇതിനകത്തോട്ട് കയറുന്നത്. ബാക്കിയുള്ളതെല്ലാം നമ്മുടെ ചെസ്റ്റ് വരും. അപ്പോൾ ഗൈസ്, നമ്മുടെ ഈ യോഗി ഉണ്ടോണ്ടാണ് ഈ പണിയെല്ലാം പെട്ടെന്ന് ഇവിടെ നടന്ന്. അപ്പം ഇവൻ എൻ്റെ ഫേവറേറ്റ് ആണ്. അപ്പം നമ്മൾ ഉടനെ തന്നെ ഇവന് പേരൊക്കെ കൊടുക്കുന്നതായിരിക്കും. ഇവന് വേണ്ടി ഒരു കൊട്ടാരം തന്നെ ഞാൻ ഉണ്ടാക്കുന്നതായിരിക്കും. പിന്നെ നമ്മൾ ഇവിടെ ലാവ ഉണ്ടായിരുന്നു, അത് ഫുള്ള് ഞാൻ മൂടിയിട്ടുണ്ട്. ആ ലാവ ഓക്സിഡിയം മൈൻ ചെയ്തിട്ട്. പിന്നെ ഇവിടെ തീ പിടിക്കാണ്ടിരിക്കുക അതുകൊണ്ടാണ്. ഇങ്ങോട്ട് വന്ന് ഭയങ്കര ലാഗാണ്, ഭയങ്കര പശുക്കളിൽ ഇതായതുകൊണ്ട് ഭയങ്കര ലാഗാണ്. പിന്നെ അങ്ങോട്ട് വന്ന വില്ലേജേഴ്സിൻ്റെ ലാഗ്. പിന്നെ ഗായ്സ്, ഒരു കാര്യം പറയാൻ മറന്നുപോയി. എൻ്റെ സോഡ് കണ്ടില്ലേ, നിങ്ങളെടുത്തു. ഇതിനകത്ത് ഇനി എന്തു ആഡ് ചെയ്യാനുള്ളത് നിങ്ങൾ പറ ഗായ്സ്. ഇത് കണ്ടില്ലേ, ഇത്ര വെൻഡിങ്, ലോട്ടിങ്, സ്വീപ്പിംഗ് എറ്റ്, ഷാർപ്പ്നെസ് 5, ഫയർ അപ്സെറ്റ്, അൺബ്രേക്കിങ്, നോക്ക് ബാക്ക് കൂടെ ആഡ് ചെയ്യാനുണ്ട്. നോക്ക് ബാക്ക് ആഡ് ചെയ്യാൻ പാടാ. അത് തന്നെ നേരത്തെ ടു എക്സ്പെൻസീവ് എന്ന് കാണിക്കും. സോഡിൻ്റെ അകത്ത് ഇത്ര ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഗൈസ്. നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇനി നമ്മുടെ ബാക്കി ടൂൾസ് എല്ലാം കൂടെ ഇതിലൊന്നും മെഡിക്ക് മാത്രമേ ഉള്ളൂ, നമുക്ക് ബാക്കി എല്ലാം കൂടെ ആഡ് ചെയ്യണം. അപ്പം ഞാൻ ഷെയ്ഡ് ഇട്ടാണ് കളിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ചെറിയൊരു ലാഗും ഉണ്ട്, അപ്പോൾ അത് നമുക്ക് സെറ്റാക്കാം. ഇനി നമുക്ക് നേരെ അയൺ ഫാമിലോട്ട് പോവാം. ഇത്രയും ജസ്റ്റ് നമുക്ക് ഇത് ഫുള്ള് നമുക്ക് കളക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ പോവാം. അപ്പം നമുക്ക് ഒരു 9 സ്റ്റാക്ക് അടുത്ത് അയൺ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് പോയി ട്രേഡ് ചെയ്യാം. അപ്പോൾ ഗൈസ്, നമ്മുടെ കയ്യിലുള്ള എമറാൾഡ് നോക്കുകയാണെങ്കിൽ 2 സ്റ്റാക്കും 58 ഉണ്ട്. അത് നമുക്ക് കയ്യിലോട്ട് എടുത്തേക്കാം. ഇനി നമുക്ക് നേരെ താഴെ പോയി നമുക്ക് അയൺ വെച്ചുള്ളവരെ ട്രേഡ് ചെയ്യാം. അപ്പം ഇവിടെ ഫുള്ള് അയൺ വെച്ചാണ്. അപ്പോൾ ഇവന്മാരെ ഫുള്ള് ട്രേഡ് ചെയ്ത് തുടങ്ങാം. ഇത്രയും അയൺ ട്രേഡ് ചെയ്തിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഗായ്സ്, ഞാൻ എത്ര അയൺ ട്രേഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇത്രയും എമറാൾഡ് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് നമ്മുടെ കയ്യിലോട്ട് വെച്ചേക്കാം. നമുക്കൊരു സിൽ ടച്ച് പിക്കാസ് കൊണ്ട് ഉണ്ടാക്കണം. നമ്മൾ ഫോർച്യൂൺ പിക്കാസ് പോലും ഉണ്ടാക്കിയില്ല. അതിന് മുമ്പ് നമുക്ക് സിൽ ടച്ച് ഉണ്ടാക്കാം. എന്താണെന്ന് വെച്ചാൽ നമുക്ക് മറ്റേ സ്റ്റോണൊക്കെ മൈൻ ചെയ്യുമ്പോൾ ആവശ്യം വരും സിൽ ടച്ച്. അപ്പം നമുക്ക് നേരെ ഒരു പിക്കാസോടെ വാങ്ങാം. അപ്പോൾ ഗൈസ്, നമുക്ക് വേണ്ട പിക്കാസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പിക്കാസ്. ഇതിനകത്ത് നമുക്ക് ഇനി സിൽ ടച്ചും വാങ്ങണം, മെൻഡിങ് വാങ്ങണം, അൺബ്രേക്കിങ്ങും വേണം, എഫിഷ്യൻസിയും വേണം. ഒരു എഫിഷ്യൻസി, മെൻഡിങ്, സിൽ ടച്ച്, അൺബ്രേക്കിംഗ്. ഗൈസ്, നമുക്ക് വേണ്ട പിക്കാസും കിട്ടി, നമുക്ക് വേണ്ട 4 ബുക്കും കിട്ടി. അൺബ്രേക്കിംഗ്, മെൻഡിങ്, എഫിഷ്യൻസി, സിൽ ടച്ച്. അപ്പം ഇത്ര സാധനം സെറ്റ് ഒന്ന് ഉറങ്ങിയിട്ട് വരട്ടെ. അപ്പോൾ ഗൈസ്, നമ്മുടെ ആനുവിലൂടെ വെച്ചിട്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ആഡ് ചെയ്ത് തുടങ്ങാം നമ്മുടെ പിക്കാസിലോട്ട്. അപ്പം ഫസ്റ്റ് തന്നെ നമ്മുടെ സിൽ ടച്ച് ആഡ് ചെയ്തേക്കാം. സിൽ ടച്ച് റെഡി. ഇനി മെൻഡിങ് ആഡ് ചെയ്തേക്കാം. മെൻഡിങ് റെഡി. ഇനി നമുക്ക് അൺബ്രേക്കിംഗ് ആഡ് ചെയ്തേക്കാം. അൺബ്രേക്കിംഗ് റെഡി. ഇനി നമ്മുടെ എഫിഷ്യൻസി ആഡ് ചെയ്തേക്കാം.
എഫിഷ്യൻസി. നമ്മുടെ സിൽ ടച്ച് പിക്കാസ് റെഡി. അപ്പം നമ്മുടെ സിൽ ടച്ച് പിക്കാസും കൂടെ റെഡിയായി. ഇനി നമുക്ക് നമ്മുടെ എൻട്രി ചെസ്റ്റ് ഉണ്ടാക്കണം. അതിന് മുമ്പ് നമുക്ക് ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണ്ടേ. അപ്പോൾ ഗൈസ് നമുക്ക് ഈ സ്റ്റോൺ തന്നെ ഒന്ന് പൊട്ടിച്ച് നോക്കിയേക്കാം. സിൽ ടച്ച് വെച്ച് ഗൈസ് അങ്ങനെ നമ്മുടെ സ്റ്റോൺ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ സിൽ ടച്ചും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമുക്ക് ഈ ഫാമിനെ കുറിച്ച് പറയാം. ഇനി ഈ ഫാമിൻ്റെ പുറത്ത് നമുക്ക് എന്തെങ്കിലും ഒരു ബിൽഡ് ഉണ്ടാക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും നല്ല ഐഡിയ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പം എനിക്ക് ഐഡിയ ഒന്നും വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് താമസിക്കും വീഡിയോ വരാൻ. അപ്പോൾ നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട, ഞാൻ വളരെ പെട്ടെന്ന് തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നോക്കും. പിന്നെ നമ്മുടെ ഗോൺസ് ഗെയിമിംഗ് 1K അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം കൺഗ്രാജുലേഷൻ ഗോൺസ് ഗെയിമിംഗ്. അപ്പം നമുക്കും 1K അടിക്കണ്ടേ ഗൈസ്. അപ്പോൾ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇന്ന് നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.